Alpha Group of Institutions presents Love You More. ലവ് യു മോം എന്ന് പറയപ്പെടുന്ന ഈ പരിപാടി ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് ദേശഭക്തി ഗാനാലാപനം നടക്കുകയാണ്. ആദ്യം വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി ഗായക സംഘം അവതരിപ്പിക്കുന്ന ദേശഭക്തി ഗാനമാണ് ആദ്യം. ദേശഭക്തി ഗാനത്തിന് ശേഷം ലവ് യു മോം എന്ന് പറയപ്പെടുന്ന പരിപാടി ഇവിടെ ആരംഭിക്കുന്നതാണ്. ഭാരതമെന്നാൽ പാരിന്നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. ഭാരതമെന്നാൽ പാരിന്നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. ഭാരതമെന്നാൽ പാരിന്നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല. തിരുന്നു വന്നവർ ഭരണം പറ്റി മുറിഞ്ഞു വണ്ടി വീടാകെ, വീടു പുതുക്കി പണിയും വരെയും വിശ്രമമില്ലിനിമേ. വീടു പുതുക്കി പണിയും വരെയും വിശ്രമമില്ലിനിമേ. തുടങ്ങി വെച്ചു നാം ഒരു കർമ്മം, തുഷ്ടി തുളുമ്പും ജീവിതധർമ്മം. സ്വതന്ത്ര ഭാരത വിശാലഹന്യം, സുന്ദരമാകും നവകർമ്മം. സ്വതന്ത്ര ഭാരത വിശാലഹന്യം, സുന്ദരമാകും നവകർമ്മം. ഭാരതമെന്നാൽ പാരിന്നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. ഭാരതമെന്നാൽ പാരിന്നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല. ക്ഷേമം വിതറി നടക്കട്ടെ, കൂരകൾ തോറും നമ്മുടെ കൈത്തിരി കൂരിരുൾ കീറി മുറിക്കട്ടെ. അടിപതറാതി ജനകോടികൾ പുലരിയിലേക്കു കുതിക്കട്ടെ. അലസതയരുതേ നമ്മുടെ ലക്ഷ്യം, അരികെ അരികെ അരികെ. അലസതയരുതേ നമ്മുടെ ലക്ഷ്യം, അരികെ അരികെ അരികെ. ഭാരതമെന്നാൽ പാരിന്നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. ഭാരതമെന്നാൽ പാരിന്നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. ഭാരതമെന്നാൽ പാരിന്നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല. ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി. ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി. ആകാശഗംഗയൊഴുകി വന്ന ഭൂമി, ആകാശഗംഗയൊഴുകി വന്ന ഭൂമി. ശ്രീകൃഷ്ണ ഗീതയമൃതു തന്ന ഭൂമി, ശ്രീകൃഷ്ണ ഗീതയമൃതു തന്ന ഭൂമി. വേദാന്ത സാര പുണ്യഭൂമി, വേദാന്ത
ശാന്തസാര വിഹാര പുണ്യഭൂമി ഭാസുരഭൂമി ഭാരതഭൂമി ഭാസുരഭൂമി ഭാരതഭൂമി ജയ 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 ജന്മഭൂമി ജയ 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 ഭാരതഭൂമി ജയ 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 ജന്മഭൂമി ജയ 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 ഭാരതഭൂമി സ്നേഹത്തിൻ കുരിശുമാല ചാർത്തിയ ഭൂമി സ്നേഹത്തിൻ കുരിശുമാല ചാർത്തിയ ഭൂമി ത്യാഗത്തിൻ നബിദിനങ്ങൾ വാഴ്ത്തിയ ഭൂമി ത്യാഗത്തിൻ നബിദിനങ്ങൾ വാഴ്ത്തിയ ഭൂമി ശ്രീബുദ്ധ ധർമ്മ പതാക നിത്യ ഭൂമി ശ്രീബുദ്ധ ധർമ്മ പതാക നിത്യ ഭൂമി പാവന ഭൂമി ഭാരതഭൂമി പാവന ഭൂമി ഭാരതഭൂമി ജയ 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 ജന്മഭൂമി ജയ 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 ഭാരതഭൂമി ജയ 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 ജന്മഭൂമി ജയ 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 ഭാരതഭൂമി സ്വാതന്ത്ര്യ ധർമ്മ സമര കർമ്മഭൂമി സ്വാതന്ത്ര്യ ധർമ്മ സമര കർമ്മഭൂമി സത്യത്തിൻ നിത്യഹരിത ധന്യഭൂമി സത്യത്തിൻ നിത്യഹരിത ധന്യഭൂമി സംഗീത നൃത്ത വിലാസരംഗഭൂമി സംഗീത നൃത്ത വിലാസരംഗഭൂമി ഭാസുരഭൂമി ഭാരതഭൂമി ഭാസുരഭൂമി ഭാരതഭൂമി ജയ 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 ജന്മഭൂമി ജയ 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 ഭാരതഭൂമി ജയ 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 ജന്മഭൂമി ജയ 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 ഭാരതഭൂമി. Ladies and gentlemen, we have all the guests and all the dignitaries arrived inside the premise. So we don't want them to wait more. So without any further delay, we continue the program and commemorating Women's Day and proceeding the event. Now I request one more time Mr. S. Govikumar from I2I News, he's a political editor, to take, Mother's Day. I apologize. All right. Okay. So to proceed the program and the formal part, I think so Mr. S. Govikumar will be taking care. And then I'll be back again with more fun games. We have prizes, nothing free of cost. You win and you take the prize. So I told Mr. Sunal also, see, we are Indians, nothing, we'll not just do like that. If you want them to do something, activate and participate, you have to get the prize. So yes, we have token of appreciation for all those. So we'll have more fun. I am there, we'll have definitely fun. But now, over to you, sir. താങ്ക് യു അഭിലാഷ്, താങ്ക് യു. നമസ്കാരം. ഇന്ന് മെയ് 11 ലോക മാതൃദിനം. മയക്കുമരുന്നിനെതിരെ മാതൃദിനത്തിൽ മാനവീയം വീഥിയിൽ അമ്മമാർ ഒന്നിക്കുന്ന ഈ ചടങ്ങിലേക്ക് എല്ലാ സഹൃദയരെയും അഭ്യുദയകാംക്ഷികളെയും സഹർഷം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി ആരംഭിക്കുകയാണ്. യുവതലമുറയിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ദുരുപയോഗം കുടുംബങ്ങളെയും സമൂഹത്തെയും കൂടാതെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ അമ്മമാരെയാണ്. ഈ സാഹചര്യത്തിൽ വളർന്നു വരുന്ന ഈ വിപത്തിനെ ചെറുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ മാതൃദിനത്തിൽ ലവ് യു മോം എന്ന പേരിൽ മാതൃദിനാചരണവും ഒപ്പം തന്നെ മദേഴ്സ് അഗൈൻസ്റ്റ് ഡ്രഗ്സ് അഥവാ മാഡ് 2025 എന്ന സംഗീത നിശയും ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. വിമൻസ് എംപവർമെൻറ്റ് ആൻഡ് റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ വൈയും ടീം I2യും അവരുടെ ഇവൻ്റ് വിഷനും കൂടി ചേർന്നുകൊണ്ടാണ് സംയുക്തമായിട്ടാണ് ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നത്. കൂടാതെ ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടുള്ള ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആൽഫ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഈ പരിപാടിയുടെ മുഖ്യ പ്രായോജകർ. വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ദുരുപയോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ
തങ്ങളുടെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കാകുലരാകുന്ന എല്ലാ അമ്മമാർക്കും ആശ്വാസകരമായ സന്ദേശം നൽകുന്നതിനുള്ള ഏറ്റവും അടിയന്തരവും ഒപ്പം തന്നെ സമകാലികവുമായിട്ടുള്ള ഒരു സംരംഭമായിട്ടാണ് ഈ പരിപാടി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ പരിപാടി കാണുന്ന ലക്ഷക്കണക്കിന് വരുന്ന യുവതലമുറ തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മമാർക്ക് ജീവിതകാലം മുഴുവൻ മയക്കുമരുന്നിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് അചഞ്ചലമായ വാഗ്ദാനവും പ്രതിജ്ഞയും ഒപ്പം തന്നെ ഉറപ്പും നൽകുകയാണ് ഇതിലൂടെ. ഞങ്ങളുടെ ലക്ഷ്യവും അതുതന്നെയാണ്. ആരും ലഹരിക്ക് അടിമയാകരുത് എന്ന സന്ദേശമാണ് ഈ എളിയ പരിപാടിയുമായി ഞങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്രയാണ്, അല്ലെങ്കിൽ ആ യാത്രയുടെ ഒരു തുടക്കമാണ്. നിങ്ങൾ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണമുണ്ടെങ്കിൽ നമുക്ക് ലഹരിമുക്ത കേരളം എന്ന ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയും. ഇത്രയും വലിയൊരു ഇൻട്രോ നൽകണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ മാതൃദിനവും ഒപ്പം തന്നെ ലഹരി എന്ന് പറയപ്പെടുന്നതിൽ നിന്നുള്ള മുക്തിയും നേടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയായതുകൊണ്ടാണ് ഇങ്ങനൊരു ഇൻട്രോയിലേക്ക് ഞാൻ പോയത്. കാര്യപരിപാടികൾ ആരംഭിക്കുകയാണ്. ആദ്യം ഈശ്വരപ്രാർത്ഥനയാണ്. ഈശ്വരപ്രാർത്ഥന, അതിനോടൊപ്പം ഈ പഹൽഗാമിൽ കൊല്ലപ്പെട്ടവരുടെയും ഇന്ത്യയുടെ അതിർത്തി കാക്കുന്നതിനിടയിൽ രാജ്യത്തിനു വേണ്ടി വീരചരമം പ്രാപിച്ച ധീരജവാന്മാരുടെയും ഓർമ്മകൾക്ക് മുൻപിൽ നമുക്ക് 1 മിനിറ്റ് ഒരു മൗന പ്രാർത്ഥന നടത്താം. എല്ലാവരും ഒന്ന് എണീറ്റ് നിന്ന് ആ മൗന പ്രാർത്ഥനയിൽ പങ്കുചേരുക. നമുക്കിനി കാര്യപരിപാടികളിലേക്ക് കടക്കാം. ആദ്യം സ്വാഗത പ്രസംഗമാണ്. സദസ്സിലും വേദിയിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ സ്വാഗതം ചെയ്യുന്നതിലേക്കായി i2a ന്യൂസ് മാനേജിംഗ് എഡിറ്റർ സി സുനിൽ മാത്യുവിനെ സാദരം ക്ഷണിക്കുന്നു. ഇന്ന് ഈ മാതൃദിന ആചരണ ചടങ്ങിൽ എത്തിയിരിക്കുന്ന ബഹുമാന്യരായ വിശിഷ്ടാതിഥികൾക്ക് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ. ഞാൻ ആ കർത്തവ്യം നിർവഹിച്ച് ഉടൻ തന്നെ പിന്മാറുന്നതാണ്. ആദ്യമായി സ്വാഗതം ആശംസിക്കാനുള്ളത് ലോക മാതൃദിനത്തോടനുബന്ധിച്ച് ലവ് യു മോം എന്ന ഈ പരിപാടി അധ്യക്ഷയായി എത്തിയിരിക്കുന്ന കലാമണ്ഡലം വിമല മേനോൻ ടീച്ചറെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന ഋഷിരാജ് സിംഗ് IPS സാറിനെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മെറിൻ ജോസഫ് IPS മാമിനെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാൻ ഞങ്ങളോടൊപ്പം പ്രവർത്തകയായ WHI ചെയർപേഴ്സൺ ഡോക്ടർ വിജയലക്ഷ്മി മേഡത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പ്രമുഖ ചലച്ചിത്ര താരം ബിന്ദുജ മേനോൻ മാമിനെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പ്രമുഖ സൈക്കോളജിസ്റ്റ് ഡോക്ടർ വേണി മാമിനെയും ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ SK ഹോസ്പിറ്റലിൻ്റെ ചീഫ് പീഡിയാട്രീഷ്യൻ മാഡം ഇന്ന് നമുക്ക് മാതൃദിന സന്ദേശം നൽകാൻ എത്തുന്നുണ്ട്. ഡോക്ടർ മീന മാമിനെയും ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പ്രോഗ്രാമിന് ഇന്ന് നമ്മുടെ തുടക്കത്തിൽ ദേശഭക്തി ഗാനങ്ങൾ ആരംഭിച്ച വയലാർ സാംസ്കാരിക കൂട്ടായ്മയിലെ എല്ലാ പ്രവർത്തകരോടുമുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം അവരെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിന് ശേഷം മദേഴ്സ് എഗൈൻസ്റ്റ് ഡ്രഗ് എന്ന ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പെർഫോമൻസ് ഉണ്ട്. ആ പെർഫോമൻസിനായി എത്തിക്കുന്ന ടീമിനെയും ഞങ്ങൾ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ചടങ്ങ് കവർ ചെയ്യാനെത്തിയ എല്ലാ ശ്രവ്യ മാധ്യമ സുഹൃത്തുക്കളെയും ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ചടങ്ങ് ലൈവ് ചെയ്യുന്ന, അതുപോലെ ശബ്ദവും വെളിച്ചവും നൽകുന്ന എല്ലാ പ്രൊഫഷണൽ ടീംസിനും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി അധ്യക്ഷ പ്രസംഗമാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി പ്രമുഖ നൃത്താധ്യാപികയും മോഹിനിയാട്ടത്തിൻ്റെ വക്താവും ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുള്ള കേരള നാട്യ അക്കാദമിയുടെ സ്ഥാപകയുമായ കലാമണ്ഡലം വിമല മേനോൻ ടീച്ചറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഒരു അമ്മ എന്ന ലെവലിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു ദുഃഖം വരത്തക്ക വിധത്തിൽ ഈ ഏജ് വരെ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ അയലോക്കത്തും മറ്റുള്ള ദിക്കുകളിൽ നിന്നും ഈ ലഹരിയുടെ ഒരു വർഷം നടക്കണു എന്നറിയുന്നതിൽ അതിയായ ദുഃഖമുണ്ട്. അത് കേവലം
പേരൻസിൻ്റെ തകരാറ് തന്നെയാണ്. അതായത് അവർക്ക് പണ്ടത്തെ മാതിരി ഉദ്യോഗം, എല്ലാവർക്കും ഉദ്യോഗമുള്ളത് കൊണ്ട് അവർക്കൊക്കെ ഇതിനെ കുട്ടികളെ നോക്കാനോ അവർക്ക് വന്നു കഴിഞ്ഞാൽ ക്ഷീണം മാറാനോ അതിനെ നേരമുള്ളൂ. അവരുടെ ഒരു നല്ലതിനും ചീത്തയ്ക്കും, അല്ലെങ്കിൽ എന്താണ് ലേറ്റായിട്ട് കോളേജിൽ നിന്ന് വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് കോളേജിൽ പോയില്ല എന്ന് അന്വേഷിക്കാനുള്ളൊരു സാമാന്യ മര്യാദ ഇപ്പോൾ ഫാമിലി കുടുംബത്തെ കാണുന്നില്ല. കൂട്ടത്തിൽ മെയിൻ ഈ ഫോണാണ്. ഫോൺ വല്ലാത്തൊരു അതിപ്രസരമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഒരു അധ്യക്ഷ പ്രസംഗത്തിനല്ല അവിടെ മുതിർന്നിരിക്കണം ഞാൻ. അത് നമ്മളെല്ലാവരും തമ്മി അങ്ങോട്ട് പറയുന്നതിൽ അർത്ഥം ഇല്ല. പക്ഷെ അവനവൻ്റെ അഭിനയം, അതായത് നമ്മളെ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കി അതിന് വേണ്ട നിബന്ധനകൾ വരുത്തണം. ഇത് സുനിലിനോടുള്ള അങ്ങേറ്റ ഒരു ബഹുമാനം ശാസ്ത്രമംഗലം ഗോപനോടും. കാരണം അവർ ഈ മദേഴ്സ് ഡേനെ തന്നെ ഇങ്ങനെ ഒരു വലിയൊരു തീം തയ്യാറാക്കി നമുക്ക് വേണ്ടപ്പെട്ട ഋഷിയാസ് സിംഗും മറ്റുള്ള എല്ലാവരും ചേർന്ന് ഇങ്ങനെ ഒരു പരിപാടി നടത്താനുള്ളൊരു ആഭിമുഖ്യം കാണിച്ചതിലാണ് സുനിലിനോട് ഏറ്റവും നന്ദി പറയാനുള്ളത്. കാരണം അങ്ങനെ വലിയൊരു ഏജുള്ള മാതിരിയൊന്നും തോന്നിയില്ല. പക്ഷേ അത് അനുഭവിച്ചിട്ടുള്ളതാണോ ഇനി മറ്റുള്ള ആരെങ്കിലും പറഞ്ഞാണോ ഇങ്ങനൊരു സംരംഭം, ഇത്രയും വിപുലമായ രീതിയിൽ സംരംഭം നടത്താൻ ആ കുട്ടിക്ക് സാധിച്ചത്? എല്ലാ ഐശ്വര്യവും ആ കുട്ടിക്ക് ഉണ്ടാവട്ടെ. മേലിലും അമ്മമാരുടെ ഒരു ഫംഗ്ഷൻ നടക്കട്ടെ. ഞാനൊരു അമ്മയായതുകൊണ്ട് ഒരു 2 വാക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവച്ചു. ഒരിക്കലും ഈ ഏജ് വരെ അങ്ങനെ ഒരു അനുഭവം എൻ്റെ കുടുംബത്തിലോ എനിക്കോ അനുഭവപ്പെട്ടിട്ടില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തതായി ലവ് യു മാം എന്ന പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിലേക്കാട്ട് ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥി കൂടിയായ ശ്രീ ഋഷിരാജ് സിംഗ് IPS സാദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തലിൻ്റെ ഒരു ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ് അദ്ദേഹം. കാരണം സർക്കാർ സർവീസിൽ നിന്നൊക്കെ റിട്ടയർമെൻ്റ് ആകുമ്പോഴും അതിനുശേഷവുമൊക്കെ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഒരു വ്യക്തിത്വമാണ് അദ്ദേഹമാണ്. ഇന്ന് ഈ മാതൃദിനത്തിൽ ലഹരി വിരുദ്ധ പരിപാടിയുടെ മുഖ്യ പ്രഭാഷണവും ഒപ്പം തന്നെ ഉദ്ഘാടകനും അദ്ദേഹത്തെ സാദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഒപ്പം എല്ലാ വിശിഷ്ടാതിഥികളെയും ഈ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിലേക്കായിട്ട് പങ്കുചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. Alpha Group of Institutions presents Love You More. This program is brought to you by SK Hospital, Olive Restaurant, Jawahar Nagar, Trivandrum, Green Nestle Heritage Homestay, Kottayam, and Texas Tours and Travels. സദസ്സിലെ ഇരിക്കുന്ന ബഹുമാന്യരെ, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, ഇവിടെ മദേഴ്സ് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന ഒരു പരിപാടിയിൽ എല്ലാവർക്ക് സ്വാഗതം. മറ്റേ കുറേ ആളുകൾ സംസാരിക്കാനുണ്ട്. കൂടുതൽ സംസാരിക്കാനുള്ള പ്രസക്തി എവിടെയില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതും പ്രത്യേകിച്ച് പാരൻസിനോട്. ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാം പാരൻസിന് പേരിലുള്ള കാറ്റഗറിയിലാണ്. 5 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ട് ഈ ലഹരി വസ്തുക്കൾ കഴിക്കുന്നു അത് നോക്കിയിട്ട് കാര്യമില്ല.
ആ വിഷയത്തിലേക്ക് കിടന്നാൽ പിന്നെ 1 മണിക്കൂർ അതിനു വേണ്ടി സംസാരിക്കേണ്ടി വരും. നമ്മൾ കിട്ടിയ ചെറിയ സമയത്തിൽ സംസാരിക്കാനാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പാരൻസ് വേണ്ടി പറയുന്നു. നമ്പർ 1, ലഹരി വസ്തുവിൻ്റെ ഉപയോഗം താങ്കളുടെ കുട്ടി കഴിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അതിന് 5 സ്റ്റേജുണ്ട്. ഒന്നാമത്തെ സ്റ്റേജ്, കുട്ടി അറിഞ്ഞുകൊണ്ടോ അറിയാതെ കൊണ്ട് ഇത് കഴിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ, ചിലപ്പോൾ ഒരു സ്കൂൾ ടൂറിൽ, ഇവിടേക്കാണ് ഈ കുട്ടികൾ ഇത് ആദ്യമായിട്ട് കഴിക്കാൻ തുടങ്ങുക. ദാറ്റ് ഈസ് ദ സ്റ്റേജ് നമ്പർ 1. സ്റ്റേജ് നമ്പർ 2, ആ സ്വാദം ജീവിതത്തിൽ അതിനു മുമ്പ് കഴിക്കാത്ത ആ കുട്ടി കഴിക്കുമ്പോൾ സ്വാദം കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു. നമ്പർ 3, എല്ലാ ദിവസവും വേണം. നമ്പർ 4, കിട്ടിയില്ലെങ്കിൽ വെപ്രാളം, വിഡ്രോൾ സിംറ്റം, അമ്മയെ തല്ലാൻ വരുന്നു, അമ്മ പൈസ തന്നില്ലെങ്കിൽ മോശമായിട്ട് സംസാരിക്കുന്നു, ഉറച്ച സ്വരത്തിൽ സംസാരിക്കുന്നു. ഇത് 4ാമത്തെ സ്റ്റേജിൽ കുട്ടി വന്നു കഴിഞ്ഞു. സ്റ്റേജ് നമ്പർ 5, ഈ കുട്ടിയെ കൗൺസിലറുടെ അടുത്തോ ഇല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ ഇല്ലെങ്കിൽ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയില്ലെങ്കിൽ ആ കുട്ടി അതിനെ അടിമയായി പോവും. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വിൽ ബി ടു ലേറ്റ്. ഒരു ജീവിതം ചിലപ്പോൾ നശിച്ചു പോകും. എനിക്ക് പേരൻസിനോട് പറയാനുള്ളത്, ആദ്യത്തെ 2 സ്റ്റേജിൽ താങ്കൾക്ക് എങ്ങനെയെങ്കിലും കുട്ടിയുടെ ലക്ഷണങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആക്ട് ചെയ്യണം. അത് പിന്നെ നമ്മളത് ഒരു ജോലി ചെയ്യുകയാണെങ്കിലും അമ്മ അച്ഛനോ ലീവൊക്കെ എടുത്തിട്ട് കുട്ടിയെ ഒരു കൗൺസിലറോ ഇല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റോ ഇല്ലെങ്കിൽ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ അഡ്മിറ്റ് ചെയ്ത് കിടത്തി ചികിത്സ തേടിയാൽ മാത്രമേ കുട്ടി നോർമലായിട്ട് തിരിച്ചു വരുള്ളൂ. 1. നമ്പർ 2, ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? സാധാരണ ലക്ഷണങ്ങൾ ഏതൊരു അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമാണ്. കുട്ടി വീട്ടിൽ വന്നിട്ട് നേരത്തെ അതായത് ഈ ലഹരി വസ്തു കഴിക്കാത്ത സമയത്തിൽ കുട്ടി ചിലപ്പോൾ വരികയായിരുന്നു, അമ്മയെ കെട്ടിപ്പിടിക്കുകയായിരുന്നു, അമ്മനോട് സംസാരിക്കുകയായിരുന്നു, സഹോദരൻ സഹോദരി കൂടെ കളിക്കുകയായിരുന്നു. ഒരിക്കലും ഒറ്റയ്ക്ക് അവിടെ ഇരിക്കില്ലായിരുന്നു. ഇതെല്ലാം നിർത്തിയിട്ട് കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോൾ അമ്മയുടെ അടുത്ത് പോലെ പറഞ്ഞില്ല, മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നു, സഹോദരൻ സഹോദരിയുടെ കൂടെ കളിക്കുന്നില്ല. കുട്ടി വേറെ ഏതോ ഒരു ലോകത്തിലാണ്. കുട്ടിൻ്റെ മുഖത്തിൻ്റെ ഒരു വല്ലായ്മ എപ്പോഴും നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ ലക്ഷണങ്ങൾ, അമ്മ രാത്രിയിൽ ഉറങ്ങുന്നില്ല, അമ്മ അച്ഛൻ ഉറങ്ങിയ ശേഷവും കുട്ടി എന്തോ രഹസ്യമായിട്ട് മൊബൈൽ ഫോണിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ എപ്പോഴും ആവശ്യത്തിനേക്കാൾ പൈസ എല്ലാ ദിവസവും ചോദിച്ചിരിക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് ഒരു പോക്കറ്റ് മണിയായിട്ട് കുറച്ച് പൈസ നമ്മൾ കൊടുക്കാറുണ്ട്. ബട്ട് ഓൾ ഓഫ് എ സഡൻ എനിക്ക് 100 രൂപ വേണം, 200 രൂപ വേണം, 300 രൂപ വേണം ദിവസത്തിൽ ചോദിച്ചാൽ ഈ കുട്ടിയെ അമ്മ സംശയിക്കണം, കാരണം ചോദിക്കണം. പക്ഷെ നമ്മുടെ പ്രശ്നം പറഞ്ഞു വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഇത് തിരിച്ച് ചോദിക്കാൻ സമയം നമുക്ക് കിട്ടാതെ വരുന്നു. There is no communication between the child and the mother. അത് ആരോട് തെറ്റൊന്നുമില്ല, പക്ഷെ അങ്ങനെ ആയിപ്പോയി. ചിലപ്പോൾ അമ്മയുടെ ജോലി ഉണ്ടായിരിക്കും, അച്ഛൻ്റെ ജോലി ഉണ്ടായിരിക്കും, ചിലപ്പോൾ അമ്മ വേറെ ഏതൊരു കാര്യത്തിൽ ബിസി ആയിരിക്കും, അവർ ചോദിക്കാനില്ല, അവർ പൈസ കൊടുത്തേ കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു ദിവസം അതോ പിന്നെ ഒന്നും ചെയ്യാത്ത ഒരവസ്ഥയിലെത്തും. ഇതാണ് ലക്ഷണങ്ങൾ. പട്ടണ ഗ്രേഡ് താഴത്തിലേക്ക് പോകുന്നു. ദാറ്റ് ഈസ് അനദർ വെരി ക്ലാസിക്. ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന, എപ്പോഴും നല്ല മാർക്സ് കിട്ടിയിരിക്കുന്ന കുട്ടിയെ പട്ടണ ഗ്രേഡ് താഴത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ഒരു കാരണമാവാം. അതാണ് എനിക്ക് പറയാറുള്ളത്. പോയിന്റ് നമ്പർ 3, ലഹരി വസ്തു കുറ്റമാവുന്നത് 5 വഴി കൊണ്ടാണ്. 1, ഉൽപാദനം. നമ്മുടെ വീട്ടിലെ ഒരു കഞ്ചാവ് ചെടി ചിലപ്പോൾ നമ്മൾ വളർത്തി നമ്മൾ ഇതിന് കുറ്റവാളിയായി. നമ്പർ 2, ഉപയോഗം.
അതായത് ഗുളി, ഈ നമ്മുടെ പാൻ മസാല, പാൻ പരാഗ്, ഹാൻസ്, ഗുട്ടിക്ക, ഖാനി, കഞ്ചാവ്, ഇതൊക്കെ കുട്ടികൾ ഉപയോഗിക്കുന്നു, വിഴുങ്ങുന്നു, ഇഞ്ചക്ഷൻ കൊണ്ടെടുക്കുന്നു. ഏത് രീതിയിൽ, പല രീതികളുണ്ട്. കുറ്റം നമ്പർ 3, വിൽപ്പന. സ്കൂളിൻ്റെ അടുത്ത് കുട്ടികളോ ഇല്ലെങ്കിൽ വേറെ ആളുകളോ ഒക്കെ വന്ന് ഇത് വിൽക്കുക, ഈ ലഹരി വസ്തുക്കൾ, ഇപ്പോൾ പറഞ്ഞ സാധനങ്ങൾ, അത് ഒരു കുറ്റമാണ്. നമ്പർ 4, ഡിസ്ട്രിബ്യൂഷൻ, വിതരണം. നമ്പർ 5, പ്രേരണ. അതായത് ഒരു കുട്ടിയെ, സീനിയർ ക്ലാസ്സിൻ്റെ കുട്ടികൾ ഇല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന സഹപാഠികൾ കുട്ടിയെ കഴിക്കാൻ നിർബന്ധിക്കുക. ദാറ്റ് ഈസ് കോൾഡ് പിയർ പ്രഷർ. ഈ 5 കുറ്റങ്ങളെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ പാരൻസോ ടീച്ചേഴ്സും കുട്ടികളും ഇത് ഉടനെ പോലീസിനോട് അറിയിക്കേണ്ടതാണ്. അതിന് ഒരു പ്രത്യേകം നമ്പറുണ്ട്. ഇഫ് യു വാണ്ട് യു ക്യാൻ യൂസ് ഇറ്റ്, യു ക്യാൻ റൈറ്റ് ഇറ്റ്. 999 5966 666 999 5966 666. നമ്പർ 4, കുട്ടികൾ കൂടുതൽ ഇത് കഴിക്കുന്നത് 2 കാരണം കൊണ്ടാണ്. ഒന്ന്, അവർക്ക് വീട്ടിൽ വന്ന ശേഷം പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല, അവർക്ക് ബോറടിക്കുന്നു. ആ ബോറടം മാറ്റാൻ നാം തയ്യാറാവണം. 2 രീതിയിലാണ് ബോറടം മാറ്റുക. ഒന്ന്, കുട്ടിക്ക് എന്താണ് ഇഷ്ടം, പാട്ട്, ഡാൻസ്, ക്വിസ്, ഡിബേറ്റ്, മിമിക്രി, സ്പോർട്സ്, ഏതോ ഒരു ഹോബി കുട്ടിക്ക് ഉണ്ടാവും. ആ ഹോബിയിൽ അമ്മ അച്ഛന്മാർ നിർബന്ധിച്ചിട്ട് കുട്ടിയെ 1 മണിക്കൂർ പൊക്കളാൻ പറയണം. ഡാൻസ് ആണെങ്കിൽ ഒരു ഡാൻസ് ക്ലാസ് ഏർപ്പാട് ചെയ്യണം. ഒരു സ്പോർട്സിനാണെങ്കിൽ ഒരു സ്പോർട്സിൻ്റെ ഹോക്കി, ഫുട്ബോൾ, ഏതോ നമ്മുടെ ക്രിക്കറ്റ് ഏതോ ആണെങ്കിൽ അതോ പാരൻസാണ് കുട്ടിയെ നിർബന്ധിക്കേണ്ടത്. നമ്പർ 2, കുട്ടികളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് ഒന്നുമില്ല, നമ്മുടെ ഒരു സ്ഥലത്തുമില്ല. കേരള സർക്കാരിൻ്റെ ഗവൺമെൻറ് കണക്ക് പറയുന്നത് 40% കുട്ടികൾ അൺഫിറ്റാണ്. ഒന്നുമില്ലെങ്കിൽ അവരുടെ ഭാരം കൂടുതലാണ്, ഇല്ലെങ്കിൽ കുറവാണ്. ഹീമോഗ്ലോബിൻ ലെവൽ, രക്തത്തിൻ്റെ മാത്ര. 92% പെൺകുട്ടികൾക്ക് കേരളത്തിൽ ഹീമോഗ്ലോബിനിൻ്റെ ലെവൽ കുറവാണെന്ന് ഒരു റിപ്പോർട്ടുണ്ട്. വേണമെങ്കിൽ നാളെ തന്നെ പരിശോധിക്കാം. ഈ വെയിറ്റ് എങ്ങനെ കുട്ടിയെ നിലനിർത്തുക, കുട്ടിയുടെ ആരോഗ്യം എങ്ങനെ നിലനിർത്തുക, ആ ഒരു കണ്ടുപിടുത്തം കുട്ടിയുടെ അല്ല, അതും പാരൻസിനാണ്. അതിനുവേണ്ടി ഈ കുട്ടിയെ കഴിക്കാൻ, ഇല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ, ഇല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടാൻ നിർബന്ധിക്കണം. യു ഹാവ് ടു മേക്ക് ദം ടു ഡു ദീസ് തിങ്സ്. അവർ തന്നെത്താനൊന്നും ചെയ്യുമൊന്നുമില്ല. ഇത് ചെയ്താൽ 1 മണിക്കൂർ ഹോബിയിൽ പോയി 1 മണിക്കൂർ ഒരു ജിമ്മോ ഇല്ലെങ്കിൽ ഓട്ടച്ചാട്ടത്തിൽ പോയാൽ പിന്നെ ഒരു കുട്ടിക്കും ലഹരിൻ്റെ ആവശ്യമില്ല, ഒരു കുട്ടിക്കും മൊബൈലിൻ്റെ ആവശ്യമില്ല. അനുഭവം കൊണ്ട് പറയുകയാണ്. ആൻഡ് ദ ലാസ്റ്റ് ഈസ് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം. മാഡം ഇപ്പോൾ ഈ കാര്യം മാഡം ഇവിടെ പറഞ്ഞു. ഇതിനകത്ത് കുട്ടികൾ ഉത്തരവാദിയൊന്നുമില്ല. പുതിയ സർവേ പറയുന്നത് 1960 മുതൽ 1990, അതായത് നാം ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ആളുകൾ 1960 മുതൽ 1990 അടുക്കെ ജനിച്ച് അതായത് നാം പാരൻസ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു. 1990 മുതൽ 2020 വരെ ജനിച്ച കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു. 2. സർവേ പറയുന്നത്, അത് നിങ്ങൾക്ക് വിശ്വസിക്കാത്ത ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. പാരൻസ് നേരത്തിലുള്ള 60 മുതൽ 90 വരെ ഇടയ്ക്ക് ജനിച്ച പാരൻസാണ് ഈ കുട്ടികളെക്കാൾ കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ് കുട്ടി നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? മൈൻഡ് യു, ദ ചൈൽഡ് വിൽ ഫോളോ യു വാട്ട് യു ഡു. ചൈൽഡ് വിൽ നോട്ട് ഫോളോ യു വാട്ട് യു സേ. ഇത് ഈ 6 കാര്യങ്ങൾ ഒന്ന് ചെയ്ത് നോക്കൂ. ലഹരിൻ്റെ പ്രശ്നം അഥവാ തങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, ചിലപ്പോൾ കുട്ടി അതിനകത്ത് അറിയാതെ പറ്റുപോയാണെങ്കിൽ ഈ 6 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ, അതായത് കുട്ടിയുടെ ലക്ഷണങ്ങൾ മനസ്സിലാക്കുക,
കുട്ടിയെ നമ്മൾ കളിക്കാനോ ഇല്ലെങ്കിൽ ഹോബിയിലേക്ക് പോകാൻ നിർബന്ധിക്കുക. 5 കുറ്റങ്ങൾ ഞാൻ ഈ ലഹരിയിൽ പറഞ്ഞു, അത് ശ്രദ്ധിക്കുക. ഇത് പിന്നെ മൊബൈൽ ഫോൺ you start using less than what your child is using. അത് ചെയ്യൂ. പിന്നെ കുട്ടിയുടെ ഒരു കുട്ടിയുടെ സർവേത്തിൽ 7 മണിക്കൂർ 29 മിനിറ്റാണ് ഇന്ത്യ രാജ്യത്തിൽ കുട്ടികൾ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 7 hours 29 minutes. 3 കാര്യങ്ങളാണ് അവർ ഇതിനകത്ത് നോക്കുന്നത്. ഒന്ന് ചാറ്റിംഗ്, രണ്ടാമത്തെ ഗെയിം ആൻഡ് തേർഡ് ഈസ് യൂട്യൂബിൽ കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ നോക്കുക, ശ്രദ്ധിക്കുക, സിനിമ കാണുക. ഈ 6 കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ പിന്നെ ഈ ലഹരി വസ്തുവിൻ്റെ 5 കുറ്റങ്ങളിൻ്റെ ഇൻഫോർമേഷൻ ഈ നമ്പറിൽ പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും അതിനകത്ത് വ്യത്യാസമുണ്ടാവും, അതിൽ സംശയമില്ല. എത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഒരു ആദരിക്കലാണ്. ഈ സെറിബ്രൽ പാൾസി ബാധിച്ച മേധസ് കൃഷ്ണ എന്ന മകനെ പഠിപ്പിച്ച് സാഹിത്യകാരനാക്കി മാറ്റിയ ഒരു ധീരയായ അമ്മയുണ്ട്. ആ അമ്മയെയും മകനെയും ആദരിക്കുകയാണ് ഞങ്ങൾ. ആ ചടങ്ങിലേക്ക് സെറിബ്രൽ പാൾസി പോലുള്ള രോഗം അലട്ടുമ്പോഴും കൂടാതെ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴുമൊക്കെ അയ്യപ്പൻ അഡ്ഡൂർ എന്ന മേധസ് കൃഷ്ണ സാഹിത്യകാരനാക്കി മാറ്റുകയും കൂടാതെ അദ്ദേഹം 4 പുസ്തകങ്ങളോളം എഴുതിയിട്ടുള്ള രചയിതാവ് കൂടിയാണ്. അദ്ദേഹത്തെയാണ് ഞങ്ങൾ ഇവിടെ ആദരിക്കുന്നത്. അതിലേക്കായി മാതാവായ ശ്രീമതി രശ്മി ടീച്ചറിനെയും അയ്യപ്പൻ അടൂർ എന്ന മേധസ് കൃഷ്ണയെയും ആദരം ഏറ്റുവാങ്ങുന്നതിലേക്കായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം ലഹരി സന്ദേശം നൽകുന്നതിനും ആദരിക്കുന്നതിനും വേണ്ടി മെറിൻ ജോസഫ് IPSനെയും ഞങ്ങൾ സാദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒപ്പം ബിന്ദുജ മേനോനെയും ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ലഹരി വിരുദ്ധ സന്ദേശം നൽകുന്നതിനും ആമുഖ പ്രസംഗത്തിനുമായിട്ടോ മെറിൻ ജോസഫ് IPSനെ സാദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഞാനൊരു 3.5 വയസ്സുള്ള കുട്ടിയുടെ അമ്മയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പേരൻ്റ് ആയതിനു ശേഷമാണ് എനിക്ക് ഈ ഡ്രഗ്സിൻ്റെ ഭീഷണി വളരെ റിയലായിട്ട് തോന്നി തുടങ്ങിയത്. ഇപ്പം എൻ്റെ മോനെ എങ്ങനെ വളർത്തണം, ഡ്രഗ്സിൻ്റെ അടിമയാകാതെ എങ്ങനെ കറക്റ്റ് പാത്തിൽ കൂടെ ഗൈഡ് ചെയ്ത് റേസ് ചെയ്യണമെന്നുള്ള ഒരു വലിയൊരു ചാലഞ്ച് എൻ്റെ മുമ്പിലുണ്ട്. ആസ് എ പോലീസ് ഓഫീസർ ഞാൻ കൊല്ലത്ത് കമ്മീഷണറായിട്ട് വർക്ക് ചെയ്തപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മൾ NDPS കേസിൽ പ്രതികളായിട്ട് പിടിക്കുന്ന പ്രതികൾ അവരുടെ ആവറേജ് ഏജ് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ബിറ്റ്വീൻ 18 to 25. വളരെ ഒരു ഫ്രൈറ്റനിങ് ആയിട്ടുള്ളൊരു സ്റ്റാറ്റിസ്റ്റിക്കാണത്. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള യങ്സ്റ്റേഴ്സാണ് NDPS കേസിൽ ഓൾമോസ്റ്റ് 98% NDPS കേസസിൽ പ്രതികളായിട്ട് വരുന്നത്. വളരെ റെയറായിട്ടായിരുന്നു ഞാൻ 30 വയസ്സ് ക്രോസ് ചെയ്ത ഒരാളെ ഒരു പ്രതിയായിട്ട് കാണുന്നത്. ഈവൻ ആസ് സപ്ലയേഴ്സായിട്ട് പോലും 20s യങ്സ്റ്റേഴ്സ് ആയിരുന്നു നമ്മൾ പ്രോസിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ദിസ് റിവീൽസ് എ വെരി ഡിസ്റ്റർബിങ് ട്രെൻഡ്. അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഡ്രഗ്സ് എന്ന് പറയുന്ന ഈ ഒരു ഭീഷണി ഇത് എല്ലാ കുടുംബവും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ നല്ല ഫാമിലീസിൽ നിന്ന് വരുന്നത്, വി കം ഫ്രം ഗുഡ് ഫാമിലീസ്, റെസ്പെക്റ്റബിൾ ഫാമിലീസ്, എഡ്യൂക്കേറ്റഡ് ഫാമിലീസ്. അതുകൊണ്ട് നമ്മുടെ പിള്ളേർ ഒരിക്കലും ഇങ്ങനെ ഒരു വഴി ചൂസ് ചെയ്യത്തില്ലെന്ന് നമ്മൾ ഉള്ളിൽ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. ഞാൻ കൊല്ലത്തായിരുന്നപ്പോൾ ഞാനൊരു കേസ് കണ്ടിട്ടുണ്ട്. അച്ഛൻ എൻജിനീയറായിട്ട് ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അമ്മയും 2 മക്കളുമായിരുന്നു നാട്ടിലുള്ളത്. അച്ഛൻ അയച്ചു തരുന്ന പൈസ അമ്മയുടെ കയ്യിൽ നിന്ന് ഈ മോൻ മേടിച്ച് വളരെ വൈഡ് സ്പ്രെഡായിട്ട് ഒത്തിരി നാളായിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്ത് അവസാനം നമ്മുടെ ഒരു NDPS കേസിൽ ഒരു കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസിലെ പ്രതിയായി. അപ്പോൾ അതെന്നെ ഉള്ളുവരെ ഷോക്ക് ചെയ്ത ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. അമ്മയ്ക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഈ മോനെ നമ്മൾ കേസിൽ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് അമ്മ ഇങ്ങനെ ഒരു മോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണെന്ന് അമ്മ മനസ്സിലാക്കുന്നത്.
അപ്പം നമ്മുടെ പല പോലീസ് ഓഫീസേഴ്സും ഈ കേസ് എൻ്റെ കൂടെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞത് ഇത് എന്തൊരു അമ്മയാണ്. ഇപ്പം മോൻ ഇത്രയും വലിയൊരു ഡ്രഗ് നെറ്റ്വർക്കിൻ്റെ ഒരു ഭാഗമാണെന്നുള്ള കാര്യം ഈ അമ്മ ഇത്രയും കാലമായിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പം ഇതിന് മുമ്പ് സംസാരിച്ച സാറ് പറഞ്ഞ പോലെയും അതുപോലെ ഇതിന് മുമ്പ് സംസാരിച്ച മാഡം പറഞ്ഞ പോലെ പേരൻറ്റിങ് ടുഡേ ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ഇറ്റ് വാസ് ഏർലിയർ. ഇപ്പം നമുക്ക് പഴയ രീതിയിൽ പേരൻറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇപ്പം സാധിക്കത്തില്ല. പണ്ടെന്ന് പറഞ്ഞാൽ വളരെ സ്ലോ പേസ്ഡ് ലൈഫായിരുന്നു. എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു കാര്യങ്ങൾ സംസാരിക്കാനും മനസ്സിലാക്കാനും പിള്ളേരെ ഒബ്സർവ് ചെയ്യാനും. എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മയുണ്ട്. എൻ്റെ അമ്മ വർക്കിംഗ് ആയിരുന്നെങ്കിലും ഒരിക്കലും എൻ്റെ അമ്മ എന്നെ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അമ്മയ്ക്ക് എൻ്റെ ഓരോ കാര്യവും അറിയായിരുന്നു. എൻ്റെ മുഖഭാവത്തിൽ ചെറിയൊരു മാറ്റം വന്നാൽ പോലും അമ്മ അത് നോട്ട് ചെയ്യുമായിരുന്നു. അപ്പം പേരൻസ് വളരെ ക്ലോസ് ആയിട്ട് നമ്മുടെ അപ്ബ്രിങ്ങിങ്ങിൽ ഇൻവോൾവ് ആയിരുന്നു. ഇപ്പം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഓൺ റൊട്ടീൻ ഞാൻ ഒബ്സർവ് ചെയ്യുമ്പം ഞാൻ എപ്പോഴും മെൻ്റലി പ്രീ ഓക്യുപ്പൈഡ് ആണ്. ജോലിയുടെ എന്തെങ്കിലും സ്ട്രെസ്സിലായിരിക്കും. വീട്ടിൽ ചെന്നാലും മോൻ്റെ കൂടെ ഇരിക്കുവാണെങ്കിലും മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. പക്ഷേ മോൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പം മോൻ വളർന്നു വരുമ്പോഴത്തേന് എങ്ങനെയായിരിക്കും എൻ്റെ ഒരു പേരൻറ്റിങ് ജേർണി എനിക്ക് തന്നെ ചിലപ്പം പേടി തോന്നാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ ഫസ്റ്റ് ഇസ് ടു സ്പെൻഡ് ടൈം വിത്ത് ചിൽഡ്രൻ. പിന്നെ അവരോട് നമ്മൾ സംസാരിക്കണം. എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ചാനൽ ഓപ്പൺ ആയിരിക്കണം. അതുപോലെ ഈ ഡ്രഗ്സ് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ, അതുപോലെ ഒരു ഡ്രഗ് കേസിലൊരു പ്രതിയായാൽ അതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ പിള്ളേരോട് വളരെ സോഫ്റ്റായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അവരെ ഒരു രീതിയിലും നമ്മൾ പേടിപ്പിക്കാറില്ല. മെൻ്റലി അവർ ട്രോമറ്റൈസ്ഡ് ആയി പോകും അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയി പോകുമെന്നുള്ളൊരു പേടി പല യങ് ജനറേഷൻ പേരൻസിനുമുണ്ട്. അപ്പം നമ്മൾ വളരെ ഒരു സോഫ്റ്റ് അപ്രോച്ചാണ് അഡോപ്റ്റ് ചെയ്യുന്നത് പേരൻറ്റിങ്ങിൽ. പക്ഷേ എനിക്ക് തോന്നുന്നത് പേടിപ്പിക്കേണ്ട സാഹചര്യങ്ങളിൽ അവരെ ഈ ഡ്രഗ്സിൻ്റെ ഈ ഭീഷണിയെ പറ്റിയൊക്കെ പറഞ്ഞ് അതിൻ്റെ വളരെ ഗ്രേവായിട്ടുള്ള കോൺസിക്വൻസസ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി പേരൻസിനുണ്ട്. അപ്പോൾ ഒരു കേസിലൊരു പ്രതിയായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, അതുപോലെ ചുറ്റുപാടും നടക്കുന്ന എന്താണ്, ഒരു കേസിലൊരു പ്രതിയായ ഒരു വ്യക്തിക്ക് മുന്നോട്ട് ഇനിയൊരു ജീവിതം ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ഡിസ്കസ് ചെയ്യണം, ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യണം. ഡ്രഗ്സ് ഒരു ടബു സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ മിണ്ടാതിരിക്കല്ല. ദ മോർ വി ടോക്ക് അബൌട്ട് ഇറ്റ് ദ ലെസ് എക്സൈറ്റിംഗ് ഇറ്റ് ബിക്കംസ്. പിള്ളേർ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉപയോഗിക്കാൻ പോകുന്നത്? ഇതെന്തോ ഒരു പുതിയൊരു നോവൽ സാധനം, ഇത് സംതിങ് സീക്രറ്റീവ് അബൌട്ട് ഇറ്റ്, സം ഓറ അറൗണ്ട് ഇറ്റ്, അങ്ങനെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ടാണ് പലരും ഇത് രഹസ്യമായിട്ട് പോയി ഉപയോഗിക്കുന്നത്. വൺസ് ദറ്റ് മിസ്റ്ററി അറൗണ്ട് ഇറ്റ് ഇസ് ടേക്കൺ അവേ ആൻഡ് ഇറ്റ് ബിക്കംസ് എ സബ്ജക്ട് ഓഫ് ഓപ്പൺ ഡിസ്കഷൻ ഇൻ ഹൗസ് ഹോൾഡ്സ്. അതുപോലെ ഇതിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് ഓപ്പണായിട്ട് ഫ്രീ ആയിട്ട് വീട്ടിൽ ഡിസ്കഷൻസ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് സം പെർസെൻറ്റേജ് ഓഫ് യങ്സ്റ്റേഴ്സ് വിൽ സ്റ്റേ അവേ ഫ്രം ഡ്രഗ്സ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ക്ലോസ് ആയിട്ട് നിങ്ങളുടെ പിള്ളേരെ ഒബ്സർവ് ചെയ്യണം. ഈ ഫോൺ യൂസേജ്, സോഷ്യൽ മീഡിയ യൂസേജ്, ഇതൊക്കെ എക്സസീവായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ ഈ ഡ്രഗ് യൂസുമായിട്ട് ലിങ്ക്ഡ് ആണ്. അവർ ദേ വിൽ വിഡ്രോ ഇൻ ടു ദർ ഷെൽ. അപ്പം നമുക്ക് ചെയ്യാവുന്നത് ഇപ്പം പേരൻറ്റൽ കൺട്രോൾസ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പം നിങ്ങളുടെ കുട്ടി കോളേജിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ഫോൺ കാണും. നമുക്ക് ഫോൺ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ അതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അവർ എന്താണ് ഈ ബ്രൗസ് ചെയ്യുന്നത്, സെർച്ച് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഡേഞ്ചറസ് കണ്ടന്റ് ഉള്ള സൈറ്റ്സ് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മളൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് അതൊക്കെ നടപ്പിലാക്കാനുള്ള കാര്യങ്ങൾ, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പം വളരെ വിജിലൻ്റ് ആയിട്ട്, വളരെ അലേർട്ടായിട്ട് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനെ നമ്മൾ റേസ് ചെയ്തില്ലെങ്കിൽ ദിസ് പ്രോബ്ലം ഈസ് ഓൺലി ഗോയിങ് ടു ബിക്കം ബിഗർ ആൻഡ് ബിഗർ. സോ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഇപ്പം യങ് പേരൻസിൻ്റെ മുമ്പിലുള്ളത്. യങ് പേരൻസ് മാത്രമല്ല, ഈവൻ ദി മിഡിൽ ഏജ് പേരൻസ്. സോ അത്രയും സീരിയസ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ് നമുക്കുള്ളത്. അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മെനസ് ടാക്കിൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ എനിക്ക് ഇത്രയും പറയാനുള്ളൂ. എല്ലാവർക്കും മദേഴ്സ് ഡേ ആശംസകൾ. വിഷിംഗ് ഓൾ ഓഫ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഇൻ ഓൾ എൻഡേവേഴ്സ്. താങ്ക് യു. അമ്മമാരായിട്ടുള്ള എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ മാതൃദിനാശംസകൾ അറിയിക്കുന്നു. അമ്മ ഐ ലവ് യു അമ്മ. സാധാരണ നമുക്കിതൊന്നും അങ്ങനെ വീട്ടിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാറില്ലല്ലോ. അപ്പോൾ ഒരു പൊതു സദസ്സിലാകുമ്പോൾ അമ്മയുടെ സ്നേഹപൂർവ്വമായിട്ടുള്ള അടിയും കിട്ടില്ല, സ്നേഹപൂർവ്വമായിട്ടുള്ളൊരു ചിരിയും കിട്ടും. അതുകൊണ്ടാണ് ഞാൻ സ്റ്റേജിൻ്റെ മുകളിൽ കയറിയെന്ന് അമ്മ ഐ ലവ് യു എന്ന് പറയാൻ കാര്യം. സാറ് സംസാരിച്ചതുപോലെയോ മെറിൻ സംസാരിച്ചതുപോലെയോ ഡ്രഗ്സിനെ കുറിച്ചൊന്നും എനിക്ക് അധികം സംസാരിക്കാൻ അറിയില്ല. ഒരു സാധാരണ അമ്മയാണ് ഞാൻ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ കുടുംബത്തിൽ യാതൊരു പ്രശ്നവുമില്ലാതെ സമാധാനപൂർവ്വം കുട്ടികളുടെ ഒരു
ജയം അല്ലെങ്കിൽ വിജയം മുന്നിൽ കണ്ട് മുന്നോട്ട് നടക്കണമെന്ന് അതിയായ ആശിക്കുന്ന അച്ഛനമ്മമാർ പോലെ തന്നെയാണ്. അങ്ങനെ ഒരു ചെറിയ കുടുംബം തന്നെയാണ് എൻ്റെ. അമ്മ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന പരിസരങ്ങളിലോ ഒന്നും ഇല്ല എന്നുള്ളത് കൊണ്ട്, ഇത് നിലവിലില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്തൊക്കെ കേസുകളാണ് വല്ലവരുടെയും വീട്ടിൽ നടക്കുമ്പോൾ പോലും നമ്മുടെ നെഞ്ച് കത്തുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് വല്ലവരുടെയും വീടല്ല. ഭാവിയിൽ ചിലപ്പോൾ നമ്മുടെ വീടുകളിലും സംഭവിക്കരുത്, പക്ഷെ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് അഡിക്ഷൻ ആണെങ്കിലും, ഇപ്പോൾ ചിലപ്പോൾ ഞാൻ പറയാറുണ്ട് എനിക്ക് ഡാൻസ് കുറച്ച് അഡിക്ഷൻ കൂടുതലാണോ, പാട്ട് കുറച്ച് അഡിക്ഷൻ കൂടുതലാണോ, എന്ത് കൂടുതൽ അഡിക്ഷൻ ആണെങ്കിലും മോശമാണെന്ന് നമുക്കറിയാം. അപ്പോൾ എല്ലാം ഒരു അളവോടുകൂടി ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എത്രയൊക്കെ നമ്മൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻപിൽ നമ്മുടെ അച്ഛനമ്മമാർ, ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഒരു 90s ജീവിച്ച് മുന്നോട്ട് വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ അച്ഛനമ്മമാർ നമുക്ക് വേണ്ടി പല കാര്യങ്ങളും എടുത്ത തീരുമാനങ്ങൾ അന്ന് ചിലപ്പോൾ നമുക്ക് ഒന്ന് കശച്ചെന്ന് വരും അല്ലേ. ചിലപ്പോൾ മോസ്റ്റ്ലി എന്ത് അഡ്വൈസായി നമ്മുടെ ടീച്ചേഴ്സ് പറഞ്ഞാലും ഗുരുക്കന്മാർ പറഞ്ഞാലും എല്ലാ അഡ്വൈസും നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ പിന്നീട് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്ന ഓരോ ദിവസവും ഓരോ വർഷവും കഴിയും തോറും അവർ പറഞ്ഞതിൻ്റെ നല്ല വശം കാണാനുള്ള ഒരു ഭാഗ്യം നമുക്ക് നമ്മുടെ ലൈഫിൽ തന്നെ ദൈവം കൊണ്ട് തരും. അപ്പോൾ തീർച്ചയായിട്ടും ആ കയ്പ് ആദ്യം അങ്ങോട്ട് ഇറക്കിയിട്ട് ഗുരുക്കൻ നമ്മളെപ്പോഴും ഇപ്പം മരുന്നൊക്കെ സംസാരിച്ച മാതിരി ഈ ഗൂഗിൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുന്ന, അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മളിൽ പലരും എല്ലാവരും ഈ നെഗറ്റിവിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞ് ഒരു എന്താ പറയുക ഒരു സെക്യുലർ ലൈഫിലേക്ക് തന്നെ മറിയും. ഇപ്പം ഒരു ഫോട്ടോ ഇട്ടാൽ, നമുക്കിഷ്ടമുള്ളൊരു ഫോട്ടോ ഇട്ടാൽ തന്നെ നല്ല കമൻസ് ഇപ്പോൾ അപൂർവമായിട്ട് വരുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലായിടത്തും നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് എന്താണ് ജീവിതത്തിലുള്ള പോസിറ്റിവിറ്റി എന്ന് മറക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഇതൊരു ചെറിയ പരിപാടിയായിട്ട് പലർക്കും തോന്നും. പക്ഷേ ഇതിൻ്റെ പുറകിലുള്ള ഇനിസിയേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ വളരെ അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനുവേണ്ടി മുന്നിട്ടിറങ്ങി ഓരോരുത്തരോടും, സുനിലിനോടും ഗോവൻ ചേട്ടനോടും മറ്റെല്ലാ വ്യക്തികളോടും എനിക്ക് പറഞ്ഞാൽ തീർക്കാത്ത, കാരണം പല കാര്യങ്ങളും നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് വീട്ടിൽ ഡിസ്കസ് ചെയ്യാത്തതിൻ്റെ പ്രയാസങ്ങൾ നമുക്ക് ഭാവിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വേണ്ടത് പ്രത്യേകിച്ച് ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, സെക്ഷൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, റേപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള, പിന്നെ ഞാൻ എപ്പോഴും പലയിടത്തും പറയാതെ പലർക്കും ലോ അറിഞ്ഞുകൂടാ. പല കാര്യങ്ങളിലും നമുക്ക് ബേസിക്, ഞാൻ എന്നെയും കൂടെ ചേർത്തിട്ടാണ് പറയുന്നത്, ബേസിക് ആയിട്ടുള്ള ലോ പലതും നമുക്ക് സ്കൂൾ തലത്തിൽ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിൻ്റെ വരായികൾ നമ്മുടെ ഭാവി തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യകത തീർച്ചയായിട്ടും ഒരു സൊസൈറ്റി എന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് മനസ്സിലാക്കി തന്നെ നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന ഈ മാതൃദിനത്തിൽ വീണ്ടും ഒരു അമ്മയുടെ നെഞ്ചോട് കൂടി തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എല്ലാ വീട്ടിലും മനസമാധാനം സന്തോഷവും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഏകാവുള്ളൂ. പ്രശ്നങ്ങൾ വരും, അതിൽ നിന്ന് ഒളിച്ചോടാതെ ധൈര്യസമേതം ഞാനുണ്ട്, ഐ ആം ദെയർ ഫോർ യു എന്നുള്ള ഒരു വിശ്വാസം മക്കളിലേക്ക് എത്തിക്കപ്പെടാൻ എനിക്കും എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എൻ്റെ കുടുംബമാണ്. ആ കുടുംബത്തിലെ ഓരോരുത്തർക്കും സാധ്യമാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ആശംസകൾ അറിയിക്കുന്നതിനും ലഹരി വിരുദ്ധ സന്ദേശം നൽകുന്നതിനുമായിട്ട് SK ഹോസ്പിറ്റലിലെ ഡോക്ടർ മീന കൃഷ്ണനെയാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത്. SK ഹോസ്പിറ്റലിനെ കുറിച്ച് ഞങ്ങൾ പറയുമ്പോൾ മികവിൻ്റെ ഒരു കേന്ദ്രം കൂടിയാണ് SK ഹോസ്പിറ്റൽ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഡി അഡിക്ഷൻ സെൻ്റർ അടക്കം വളരെ കൃത്യമായ പ്രവർത്തനം നടത്തുന്ന SK ഹോസ്പിറ്റലിലെ ഡോക്ടർ മീനാകൃഷ്ണനെയാണ് ഞങ്ങൾ വേദിയിലേക്ക് സവിനയം ക്ഷണിക്കുന്നത്. നമസ്കാരം. ഞാൻ നേരത്തെ പറഞ്ഞു ഡോക്ടർ മീനാകൃഷ്ണൻ, ഒരു കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യനാണ്. അപ്പോൾ പീഡിയാട്രീഷ്യൻ എന്താണ് ഡി അഡിക്ഷനിൽ കാര്യം?
ആക്ച്വലി കോവിഡിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഡോക്ടർ സർ ഋഷിരാജ് സിംഗ് സർ നേരത്തെ മാഡം പറയുകയുണ്ടായി, ഡ്രഗ് അഡിക്ഷൻ്റെ എഗൻസ്റ്റായിട്ട് ഒരുപാട് ലാസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് സാറായിരുന്നു. അപ്പോൾ സാറിൻ്റെ ഈ ഒരു ആൻറ്റി ഡ്രഗ് അബ്യൂസ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അതിൽ SK ഒരു പാർട്ട്ണറായിരുന്നു. ഞാനും ഉൾപ്പെടെ വേറെ 2-3 ഡോക്ടേഴ്സ് ഒരുപാട് ഏകദേശം ഒരു 25 എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്കൂൾസ്, കോളേജസ്, യങ് അഡൾട്ട്സ് ഉള്ള IT ഫേംസിലൊക്കെ നമ്മൾ ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് ക്യാമ്പയിൻസ് കണ്ടക്ട് ചെയ്യാൻ പോകുമായിരുന്നു. അപ്പോൾ പീഡിയാട്രീഷ്യനായിട്ടുള്ള ഞാൻ മെയിൻലി കുട്ടികളുടെ അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം എല്ലാം ശരിക്കും ഋഷിരാജ് സർ പറഞ്ഞായിരുന്നു. ആക്ച്വലി എങ്ങനെയാണ് ഏർലി ഡിറ്റക്ഷൻ, സിംറ്റംസ് എന്തൊക്കെയാണ്, അത് പിന്നെ ഉടനെ തന്നെ ട്രീറ്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഏർലി ഡിറ്റക്ഷന് സാറ് പറഞ്ഞൊരു കാര്യം മാഡവും ബിന്ദുജ മാഡവും പറയുകയുണ്ടായി, പേരൻസ് ശരിക്കും കുട്ടികളുടെ കൂടെ, ഇതിൻ്റെ അകത്ത് അമ്മ എടുത്ത് പറയുന്നത് മെയിൻലി അമ്മമാരാണില്ലേ വീട്ടിലുണ്ടാകുന്നത്. അപ്പോൾ അമ്മ ഡെയിലി കുട്ടിയുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ മാത്രമേ അവരുടെ മുഖത്തുള്ള ഭാവവ്യത്യാസവും സന്തോഷവും സങ്കടവും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ബിഹേവിയറൽ ചേഞ്ച് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ കുട്ടിയുടെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ചാലേ സാധിക്കൂ. അത് എങ്ങനെ? ഏതായാലും എല്ലാവരും ആഹാരം കഴിക്കേണ്ടേ ദിവസവും. അതുകൊണ്ട് ഒരു നേരമെങ്കിലും കുട്ടിയുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാനായിട്ടുള്ള സമയം നമ്മൾ അമ്മമാർ കണ്ടെത്തണം. ഇനി ഡെയിലി ബേസിസ് പറ്റിയില്ല എങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും TV അണച്ച് മൊബൈലും ഓഫ് ചെയ്ത് നമ്മളുടെ ഫാമിലിയായിട്ട് ഇഷ്ടമുള്ള ആഹാരം കഴിക്കണം. ആ സമയത്ത് നമ്മൾ ജഡ്ജ്മെൻ്റലാകണ്ട, കുറ്റം കണ്ടുപിടിക്കാനോ ദേഷ്യപ്പെടാനോ അല്ല. അവരുടെ പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് കേൾക്കാനായിട്ടുള്ള സമയം നമ്മൾ കണ്ടെത്തണം. എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും 1 മണിക്കൂർ സമാധാനമായിട്ട്, അവിടെ കുറ്റം കണ്ടുപിടിക്കൽ പാടില്ല, വഴക്ക് പറയാൻ പാടില്ല. കുട്ടിക്ക് പറയാനുള്ളത് അപ്പോഴേ അവർ പറയുകയുള്ളൂ. കൗമാരപ്രായം പ്രത്യേകിച്ചും ഒരുപാട് ശാരീരിക മാറ്റങ്ങൾ, മാനസിക മാറ്റങ്ങൾ ഉള്ളൊരു സമയമാണ്. അത് പല കുട്ടികൾക്ക് ഉൾക്കൊള്ളാനായിട്ട് പ്രയാസമായിരിക്കും. ഈ കൂട്ടുകാരുടെ അംഗീകാരവും സ്നേഹവും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ വിഷാദത്തിലോട്ട് നീങ്ങുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കൗമാരം. ആ സമയത്താണ് ഈ ആർട്ടിഫിഷ്യൽ സന്തോഷത്തിനുള്ള ഡ്രഗ്സും അവൈലബിൾ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് നമുക്ക് അവരുടെ സങ്കടങ്ങൾ ഒന്ന് കേട്ടാൽ മതി. അതിന് പരിഹാരം നമ്മൾ പറയണ്ട. അവരോട് ഉൾക്കൊള്ളാനും പോകുന്നില്ല കൗമാരക്കാർ. പക്ഷേ കേൾക്കാനുള്ളൊരു സമാധാനമായിട്ട് കേൾക്കാനായിട്ടുള്ളൊരു സമയം അമ്മമാർ കണ്ടെത്തണം. രണ്ടാമത്തെ ഒരു കാര്യം, സാറ് പറഞ്ഞ ഹോബീസ് അത്യാവശ്യമാണ്. എല്ലാവർക്കും എൻട്രൻസ് വേണം, ഏതെങ്കിലും കോഴ്സിന് കയറണം, ക്ലാറ്റ് എഴുതണം, ലോ കോളേജിൽ, നാഷണൽ ലോ സ്കൂളിൽ കയറണം. ഇപ്പോൾ പഠനം മാത്രമല്ല, 11th and 12th ആണല്ലേ, 15-16 year old ബോയ്സ് ആൻഡ് ഗേൾസ്, അവർക്കാണ് റിക്രിയേഷൻ അത്യാവശ്യമായിട്ടുള്ളത്. സാറ് പറഞ്ഞ പോലെ എല്ലാ ദിവസവും 1 മണിക്കൂർ കുറച്ച് പഠിച്ചാൽ മതി. അവർക്ക് ഇഷ്ടമുള്ളൊരു ഹോബിക്ക് പേരൻസും കൂടെ മുതിർന്നിറങ്ങണം. കൊണ്ടാക്കുക, തിരിച്ച് വിളിക്കുക എല്ലാം മെനക്കേടാണ്. പക്ഷേ എങ്ങനെയെങ്കിലും അവരുടെ സന്തോഷത്തിന് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ മറ്റ് കെമിക്കൽ സന്തോഷത്തിൻ്റെ പുറകെ പോകുകയില്ല. മൂന്നാമത്തെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, എല്ലാ ദിവസവും നമ്മളൊന്ന് താങ്ക് യു പറയാനായിട്ട് ഒരു കൊച്ചു പ്രയർ, ശ്ലോകം ചൊല്ലണമെന്നോ ബൈബിൾ വായിക്കണമെന്നോ ഖുറാൻ വായിക്കണമെന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മളുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട്. നിൽക്കാൻ സാധിക്കുന്നു, നടക്കാൻ സാധിക്കുന്നു, വേദനയില്ല, കണ്ണ് കാണാം, ചെവി കേൾക്കാം. ഈ സൗഭാഗ്യങ്ങളില്ലാത്ത എത്രയോ പേരുണ്ട്. അപ്പം കുട്ടികൾക്കും സങ്കടങ്ങളുണ്ടാകാം, പേരൻസിനും സങ്കടങ്ങളുണ്ടാകാം. പക്ഷേ നമുക്ക് ഉള്ളതിനെ പറ്റി താങ്ക് യു പറയുമ്പോഴത്തേക്കും നമുക്ക് അതിലും ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു മദേഴ്സ് ഡേയിൽ മദേഴ്സ് എഗെയിൻസ്റ്റ് ഡ്രഗ്സ് നല്ലൊരു തീം പറ്റും നമ്മളെ കൊണ്ട്. എല്ലാ അമ്മമാർക്കും അവരവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താനും അവരുടെ സങ്കടങ്ങൾ കേൾക്കാനും ഉള്ളൊരു മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളുടെ സങ്കടങ്ങൾ മാറിക്കിട്ടും. എല്ലാവർക്കും മദേഴ്സ് ഡേ ആശംസകൾ. താങ്ക് യു. വിമൻ എംപവർമെൻറ്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ, അതായത് WHO ചെയർപേഴ്സൺ ഡോക്ടർ വിജയലക്ഷ്മിയാണ്. വിജയലക്ഷ്മി മാഡത്തിനെ സവിനയം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു മാതൃദിന ആശംസകളും തരുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ ഓർഗനൈസ് ചെയ്ത i2i ന്യൂസിനോടുള്ള പ്രത്യേക അഭിനന്ദനവും കടപ്പാടും അറിയിക്കുകയാണ്.
ഏതെല്ലാം സാമൂഹ്യ വിപത്തുകൾ നമ്മൾ ഒരു ദിവസം നേരിടുന്നു, നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നോ അതിലൊരു 90% അഡ്രസ്സ് ചെയ്യുന്ന ഒരു ചാനലാണ് i2i ന്യൂസ്. അതുകൊണ്ട് തന്നെ i2i ന്യൂസ് എന്ത് നല്ല പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചാലും WHA വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ ഭാഗമാകാൻ നോക്കും. എനിക്ക് പറ്റാത്തത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റാത്തത് വേറൊരാൾ ചെയ്യുന്നു ഉള്ളതുകൊണ്ട് പ്രത്യേകം എൻ്റെ സ്നേഹവും കടപ്പാടും എല്ലാ i2i ന്യൂസ് ടീമിനോട് അറിയിക്കുകയാണ്. ഇന്നിവിടെ എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. മദേഴ്സ് ഡേ ഡ്രഗ്, നമ്മുടെ ലവ് യു മോം എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. നമ്മൾ എന്ത് പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോഴും ഒരു 16 വയസ്സ് കഴിഞ്ഞോ 18 വയസ്സ് കഴിഞ്ഞോ 13 വയസ്സ് കഴിഞ്ഞോ ചെയ്യേണ്ട ഒരു കാര്യമല്ല. അവർ നേരത്തെ പലരും പറഞ്ഞതുപോലെ തന്നെ ചെറിയ സമയം, ചെറിയ ക്ലാസ്സുകളിൽ കുഞ്ഞുങ്ങൾ വളരുന്ന സ്കൂളുകളിൽ തുടങ്ങണം നമ്മൾ ആ ഒരു പ്രവർത്തനങ്ങളും ക്യാമ്പയിനും എല്ലാം. എക്സൈസ് കമ്മീഷണറായിരുന്ന അനന്തകൃഷ്ണൻ എന്നോട് സംസാരിച്ചപ്പം പറയുമായിരുന്നു, 6 വയസ്സുള്ള കുഞ്ഞ് ഡ്രഗ് ക്യാരിയറാണ്. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് ഡ്രഗ് ക്യാരിയറായിട്ട് കണ്ടിട്ടുണ്ടെന്നുള്ളത് വളരെ ഷോക്കിംഗ് ആയിപ്പോയി. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് സ്കൂളിൽ പോകുമ്പം ഒരു 5 മിഠായി ആ കുട്ടിയുടെ കൊടുത്തു വിടുകയാണ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ തുടങ്ങുന്നു നമ്മുടെ ഡ്രഗ് അഡിക്ഷൻ്റെ ചരിത്രം. അത് കഴിഞ്ഞിട്ട് 6-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ ഡ്രഗ് യൂസേഴ്സായിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക അതിൻ്റെ ഒരു തീവ്രത എത്രയാണെന്ന്. 6 വയസ്സിൽ ക്യാരിയറാകുന്നു, 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പം നമ്മൾ ഡ്രഗ് ഉപയോഗിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന കാരണം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫാമിലിയിൽ ഒരു ഓപ്പൺനെസ് ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ ജോലി സൗകര്യത്തിന് വേണ്ടി നമ്മൾ മൊബൈലൊക്കെ കൊടുത്ത് കുഞ്ഞുങ്ങളെ ഇരുത്തിയിട്ട് അടുക്കളയിൽ ജോലി ചെയ്യുന്ന അമ്മമാർ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി അതിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഈ ഡ്രഗിൻ്റെ അതിപ്രസരം നമ്മുടെ റോളിനെ കുറിച്ച് അതിൽ നിന്ന് നമുക്ക് മാറി നിന്ന് ചിന്തിക്കാൻ സാധിക്കത്തില്ല. എത്ര അമ്മമാർ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ SK ഹോസ്പിറ്റൽ ഡോക്ടർ വളരെ നന്നായിട്ട് പറഞ്ഞു, നമ്മൾ സമയം നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് നമ്മൾ പങ്കുവയ്ക്കുകയും അവർക്ക് വേണ്ടി സമയം ചെലവാക്കുകയും അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ മനോഭാവം, അവരിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുകയും അവരുമായിട്ട് ഓപ്പണായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു കാലം വരികയാണെങ്കിൽ അടുത്ത 5 വർഷം കൊണ്ട് ഈ അതിപ്രസരം ഡ്രഗ് എന്നുള്ള ഒരു സോഷ്യൽ വിപത്ത് തീർച്ചയായിട്ടും ഒരു പരിധിവരെ നമ്മുടെ സമൂഹത്തിൽ നിന്നും നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഓരോ അമ്മയുടെയും കടമയാണ് ഈ ഡ്രഗ് അബ്യൂസിനെതിരെ, ഈ ഡ്രഗിനെതിരെ, ഈ ഡ്രഗിൻ്റെ അതിപ്രസരത്തിനെതിരെ എങ്ങനെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റിയെടുത്ത് അവർ നമ്മളോട് ഐ ലവ് യു മോം എന്ന് പറയാൻ നമ്മളവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. പല ആൾക്കാർക്കും വിവിധ തരത്തിലുള്ള റോളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇതിനെ. പക്ഷേ അമ്മമാരുടെ റോള് അമ്മമാർ തന്നെ ഏറ്റെടുക്കണം എന്നുള്ള മെസ്സേജാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒന്നുകൂടി മാതൃദിനാശംസകൾ. താങ്ക് യു. അവസാനമായി നമ്മോടൊപ്പം ആശംസകൾ അറിയിക്കുന്നതിനായിട്ട് എത്തുന്നത് ഡോക്ടർ വാണി ദേവിയാണ്. പ്രശസ്ത സൈക്കോളജിസ്റ്റായ ഡോക്ടർ വാണി ദേവിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഇതുവരെ സംസാരിച്ച എല്ലാവരും തന്നെ ഡ്രഗ്സിനെ കുറിച്ചും പാരൻസിൻ്റെ റോളും അമ്മയുടെ റോളും ഒക്കെ പറയുണ്ടായി. കുട്ടികളെ എങ്ങനെയാണ് ഡ്രഗ്സിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരേണ്ടതെന്ന്, അവർ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന പ്രായം, ഇതൊക്കെ പറയുണ്ടായി. ഞാൻ ഇന്ന് ഈ പരിപാടി ഇവിടെ തുടങ്ങുന്ന സമയത്ത് നമ്മളിവിടെ തുടങ്ങിയ ഒരു രീതി ഉണ്ടായിരുന്നു. നമ്മളുടെ മാതൃഭൂമിയെ വന്ദിച്ചുകൊണ്ട് ദേശഭക്തി ഗാനങ്ങൾ പാടിക്കൊണ്ട് ഇന്ന് ഈ മാതൃദിനത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടികൾക്കും ശരിക്കും അമ്മ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് വരുന്നത് അവൻ്റെ പ്രസവിച്ച അമ്മ മാത്രമല്ല, മാതൃഭൂമിയെയും നമ്മൾ ജനിച്ചു വീണ രാജ്യത്തിനെയും അമ്മയുടെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് ചേർത്ത് പിടിക്കാനുള്ളൊരു ഊർജം യുവതലമുറയ്ക്ക് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് അവരുടെ റെസ്പോൺസിബിലിറ്റി സെൻസാണ്. അപ്പോൾ ഈ ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുന്നതിലൂടെയാണ് പലപ്പോഴും അവരെന്ത് ചെയ്യുന്നതിനും അവർക്ക് ഉത്തരവാദിത്വമില്ല, ഇതൊക്കെ വേറെ ആരോ കാരണം, വേറെ എന്തോ കാരണം എന്നൊക്കെയുള്ള നിലയിലേക്ക് പോകുന്നത്. സാറ് പറഞ്ഞപ്പോൾ പറഞ്ഞു, സാധാരണ എങ്ങനെയാണ് ഡ്രഗ്സിലേക്ക് അല്ലെങ്കിൽ ലഹരി അടിമത്തത്തിലേക്ക്, ലഹരി മാത്രമല്ല എന്ത് കാര്യവും അമിതമായാൽ അത് അഡിക്ഷനാണ്.
നമ്മുടെ സാധാരണ ജീവിതത്തിനെ ബാധിക്കുന്ന വിധത്തിൽ ഏത് കാര്യവും അമിതമായാൽ അഡിക്ഷനാണ്. ആ അഡിക്ഷനിലേക്ക് പോകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത് ഈ പ്രവൃത്തി ചെയ്യുന്നതിലൂടെ എന്നുള്ളതാണ്. അതിന് ഉതകുന്ന തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന പല ടൂൾസും പിയർ പ്രഷർ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഡ്രഗ്സിനെ വളരെ പോസിറ്റീവായിട്ട് കാണിക്കുന്ന രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. പല കുഞ്ഞുങ്ങളുടെയും കൗൺസിലിംഗ് സെഷൻസിൽ പലപ്പോഴും കുട്ടികൾ പറയുന്നത് ചില ഫോട്ടോഗ്രാഫ്സ്, ചില വീഡിയോസ്, ചില സിനിമയിൽ എങ്ങനെയാണ് ആൾക്കാർ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, അല്ലെങ്കിൽ ഞാൻ ചുറ്റുമുള്ളതൊന്നും അറിയുന്നില്ല എന്നുള്ള നിലയിലേക്ക് പോകുന്നത് എന്നുള്ളതിനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. അതായത് ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണ് എന്ന് പലപ്പോഴും കുഞ്ഞുങ്ങളുടെ ചുറ്റുമുള്ള ഒരാൾക്കും അറിയില്ല. ഞാൻ ഇവിടെ ഇരുന്ന് എന്താണ് എൻ്റെ മൊബൈലിൽ നോക്കുന്നത് എന്നുള്ളത് നമ്മുടെ ചുറ്റുമുള്ള ആർക്കും അറിയില്ല. മാഡം IPS മാഡം നേരത്തെ പറഞ്ഞിരുന്നു, കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാതെ ഇനി നമ്മുടെ മുമ്പോട്ടുള്ളൊരു ജീവിതം ടെക്നോളജി ഇല്ലാതെ പോകാൻ പറ്റില്ല. ടെക്നോളജി വേണം. പക്ഷേ ഈ ടെക്നോളജി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഡെഫിനറ്റായിട്ടും അതിനകത്ത് ഫാമിലി കൺട്രോൾ ആപ്ലിക്കേഷൻസ് ഇട്ടുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കണം. മൊബൈലിൻ്റെ അമിതമായ യൂസേജും ഒരു ലഹരിയാണ്. എന്തുകൊണ്ട് അവരത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ നമുക്കത് നിർത്താനുള്ള ഓപ്ഷനും ഉണ്ടാവാൻ പറ്റും. ന്യൂറോളജിക്കലി ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു കാര്യത്തിന് അടിമയാകുന്നത് ആ കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷമാണ്. ഈ സന്തോഷം മറ്റ് കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയാൽ, അവനവൻ്റെ സെൽഫ് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നമുക്കിതിലേക്ക് പോകുന്നതിനെ കുറയ്ക്കാൻ പറ്റും. സെൽഫ് കോൺഫിഡൻസ് ഉള്ള ഒരാൾ, ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ അറിയുന്ന ഒരാൾ, നല്ല കോപ്പിംഗ് സ്ട്രാറ്റജി ഉള്ള ഒരു വ്യക്തി ഒരിക്കലും കോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള അഡിക്ഷൻസിലേക്ക് പോകില്ല. അതുപോലെ തന്നെയാണ് അഡിക്ഷൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ ഒരു പിയർ പ്രഷർ കിട്ടുമ്പോൾ ആ പിയർ പ്രഷറിനോട് നോ പറയാൻ കുഞ്ഞുങ്ങൾ പഠിക്കും. ഇതൊക്കെ കുട്ടികൾ പഠിക്കണം എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മളെപ്പോഴും മോഡൽസ് ആയിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. ഇവിടെ ഇന്ന് മാതൃദിനമായതുകൊണ്ടായിരിക്കാം അമ്മമാർക്കാണ് ഇതിനകത്ത് ഏറ്റവും വലിയ റോള് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അതിന് ടോട്ടലി എഗെയിൻസ്റ്റാണ്. അമ്മമാർ മാത്രമല്ല, കുടുംബം എന്ന് പറയുന്നത് രണ്ട് പേരൻസും കൂടെ ചേർന്നതാണ്. കുട്ടികളുടെ ഉത്തരവാദിത്തം ഡെവലപ്മെൻറ്റിനും കുട്ടികളുടെ വളർച്ചയ്ക്കും ഒക്കെ അച്ഛനും അമ്മയ്ക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ കോപ്പി ചെയ്യും എന്ന് പറയുമ്പോൾ പൊതുവേ ഈ പറയുന്ന കുടുംബങ്ങളിൽ, സാധാരണ കുടുംബങ്ങളിൽ സ്ത്രീകളല്ല കുഞ്ഞുങ്ങൾക്ക് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കാണിച്ചു കൊടുക്കുന്നത്. അമ്മമാർ പലപ്പോഴും ഇതിനെതിരായിരിക്കും. ഇപ്പം അതിനൊരു ട്രെൻഡൊക്കെ മാറി വരുന്നുണ്ട്. ലഹരി ഉപയോഗിക്കുന്ന സ്ത്രീകളും ഇന്ന് കൂടി വരുന്നുണ്ട്. എന്നാൽ പോലും ഇപ്പോൾ ഉള്ള ഒരു കൗമാരപ്രായക്കാരുടെ ഇടയിൽ, കൗമാരപ്രായക്കാർ മാത്രമേ ലഹരി ഉപയോഗിക്കുള്ളൂ എന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ലഹരി ആദ്യമായി ഉപയോഗിക്കുന്ന പ്രായം കുറഞ്ഞു വരികയാണ്. നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് 20 വയസ്സ് 25 വയസ്സ് എന്ന് പറഞ്ഞിരുന്നത് പതിയെ 15ഉം 13ഉമായി ഇപ്പോൾ അത് 10 വയസ്സിനും താഴെ ആദ്യത്തെ ലഹരി ഉപയോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. സോ ഇവിടെ ഇതെല്ലാം നമ്മൾ വസ്തുതകൾ അറിഞ്ഞിരിക്കുമ്പോഴും എങ്ങനെ ഇതിൽ നിന്ന് മുക്തി എന്ന് പറയുമ്പോൾ ഏറ്റവും അടിസ്ഥാനം ഇതൊന്നും ഫോഴ്സ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന കാര്യമല്ല, സ്വയം അവനവന് ഉള്ളിൽ നിന്ന് തോന്നേണ്ടുന്നതാണ്. ആ തോന്നലുണ്ടാവണമെങ്കിൽ അടിസ്ഥാനപരമായി ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സെൽഫ് കോൺഫിഡൻസും റെസ്പോൺസിബിലിറ്റിയും ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനുള്ള മാർഗങ്ങളും ഗ്രാറ്റിറ്റ്യൂഡും ഉണ്ടാവണം. ഇത് ഡെവലപ്പ് ചെയ്യിച്ചെടുക്കുക എന്ന് പറയുന്നതാണ് ഒരു കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഉത്തരവാദിത്വം. ഇത് ഒരു അമ്മയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. തീർച്ചയായിട്ടും അമ്മയും അച്ഛനും മറ്റു ബന്ധുക്കളും ചേർന്ന ഒരു കുടുംബവും വിദ്യാഭ്യാസ പ്രക്രിയയും നമ്മുടെ സമൂഹവും ഭരണകൂടവും എല്ലാവരും ചേർന്നുകൊണ്ടാണ് അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നത്. ഇവർക്കെല്ലാവർക്കും അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. അമ്മയ്ക്കൊരു നർച്ചറിങ് നേച്ചർ ഉള്ളത് കൊണ്ട് അമ്മയുടെ തലയിൽ എല്ലാ റെസ്പോൺസിബിലിറ്റിയും വരുന്നു എന്നുള്ളതേ ഉള്ളൂ. കുട്ടികളെല്ലാം ഇങ്ങനെ ആയി പോകുന്നത് സ്ത്രീകൾ പണിയെടുക്കാൻ പോകുന്നത് കൊണ്ടാണ് എന്നുള്ള കുറ്റപ്പെടുത്തലും വരും. ഇന്നിവിടെ ഇരിക്കുന്ന ഒരമ്മമാരും അത് ഓർത്ത് വിഷമിക്കുക
വിഷമിക്കേണ്ട കാര്യമില്ല. ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ആണ് വേണ്ടത്. ഈ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി സമൂഹം ഒന്നടങ്കം എടുക്കേണ്ടുന്നതാണ്. ലവ് യു മാം 2025 എന്ന ഈ പ്രോഗ്രാം ആരംഭിക്കുകയും ആ പ്രോഗ്രാമിനോടൊപ്പം അധ്യക്ഷ പ്രസംഗം നടത്തി ഞങ്ങളോടൊപ്പം സഹകരിച്ച വിമല മേനോൻ ടീച്ചർ, ഉദ്ഘാടകനായിരുന്ന ഋഷിരാജ് സിംഗ്, മെറിൻ ജോസഫ് IPS, ഡോക്ടർ വിമല കൃഷ്ണൻ, ഡോക്ടർ മീന കൃഷ്ണ, ഡോക്ടർ വാണി ദേവി തുടങ്ങി ഈ പരിപാടിയുമായി സഹകരിക്കുകയും ഞങ്ങളോടൊപ്പം അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തതും കൂടാതെ സദസ്സിലും വേദിയിലുമൊക്കെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കുകയും ചെയ്ത നിങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. Alpha Group of Institutions. Chennai is the most sought after knowledge city in South India, with a team of excellent faculty and state-of-the-art infrastructure. Alpha Group of Institutions maintains high standards in a well-disciplined ambience to mold students who are industry-ready professionals. Imparting value-based education, Alpha Group of Institutions is committed in nurturing well-rounded individuals. This is reflected in the fact that Alpha's alumni proudly serve in prestigious civil services roles and leadership roles in various MNCs and various other fronts. Alpha Group of Institutions offers the full spectrum of programs from preschool through BTech, BE, MBA and various postgraduate courses. The school curricula cater to state, national and international syllabi. Founded in 1967 at Chennai with the vision to provide education that meets global standards, inspiring and fostering innovation, creativity and a lifelong love for learning. The Alpha Group of Institutions has today emerged as a center for excellence and education. When Alpha Group of Institutions nears 6 decades since its inception, we are grateful to our founder, the late visionary Sri M.G. Thomas and the late Sri N. George, who has been the supportive force behind him. We also pay tributes to the late Dr. Mrs. Grace George, the key architect in Alpha's growth, whose visionary leadership and commitment to excellence transformed Alpha into a trusted name in education. Her legacy continues to inspire the institution's journey in education. With Mrs. Suja George at its helm as Vice Chairperson, Alpha remains committed to innovation and holistic education. On the Mother's Day, Alpha Group of Institutions pays rich tributes to all other mothers who are responsible for fostering healthy and responsible generation. For more details and admissions, contact Alpha Group of Institutions, number 30, Tandalam Road, Alpha Nagar, Chettiar Agaram Road, Porur, Chennai. Mobile 8939999442. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.